തിരുവനന്തപുരത്ത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തും. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, ഇപ്പോഴും തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണോ? മറ്റു വിശദാംശങ്ങൾ? തുടങ്ങുന്നതേ ഉള്ളൂ, ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 പ്രതികളെയും പോലീസ് പുറത്തേക്ക് ഇറക്കുകയാണ്. ഈ കേസിൽ നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി ലഭിച്ചിരിക്കുന്നത്. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ പ്രതികളെ ആസൂത്രണത്തെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിയുക എന്നുള്ള കാര്യങ്ങളിലൂടെയുണ്ട്. 5 പ്രതികളാണ് ഈ കേസിലെ 5 പേരാണ് ഈ കേസിലെ 6 മുതൽ 10 വരെയുള്ള പ്രതികളാണ്. CS കിരൺ, അനിൽകുമാർ, ഷഫീഖ്, ഹരീഷ് കുമാർ, വിനീത് വി നായർ എന്നിവരാണ് ഈ പ്രതികൾ. ഇവർ ഓരോരുത്തരും ഇപ്പോൾ ഈ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥനായിട്ടുള്ള മ്യൂസിയം SHO പ്രശാന്തിനോട് കാര്യങ്ങൾ വിവരിക്കുകയാണ്. അവർ വരുന്ന വഴിയും എവിടെ നിന്നാണ് ആക്രമണം നടത്തിയെന്നതും തടഞ്ഞ വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ വിവരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പ്രശ്നത്തിനും തന്നെ ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയും ചെയ്യുക. ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ED ഉദ്യോഗസ്ഥരെ റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി തടയുകയും അതിനുശേഷം വാഹനം തകർക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിന്റെ തെളിവെടുപ്പ്. ഈ കേസിലെ ആദ്യ 5 പ്രതികളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം ഇവരെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അവരെ റിമാൻഡിൽ പിന്നിടുകയും ചെയ്യുകയാണ്. ഇപ്പോൾ അതിനുശേഷമാണ് 6 മുതൽ 10 വരെയുള്ള പ്രതികളെ 5 പേരെ ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ശരി സിജോ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുള്ള ED റെയ്ഡ് കഴിഞ്ഞ് ED ഉദ്യോഗസ്ഥരെ ഉപദ്രവിച്ച കേസിൽ അവരുടെ കാറിന്റെ ചില്ലടക്കം അടിച്ചു തകർത്ത കേസിൽ ഈ പ്രതികളുമായുള്ള തെളിവെടുപ്പാണ് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളാണ് സിജോ വി ജോൺ പങ്കുവച്ചത്.